അമ്മയെ വിളിച്ച ആ നിമിഷം അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോവും. പക്ഷെ നിങ്ങൾ വരണ്ട, നിങ്ങൾക്കിവിടെ പഠിക്കാനൊക്കെ ഉള്ളതല്ലേ. എന്തിനാ വിഷ്ണുട്ട എന്നെ മാത്രം തനിച്ചാക്കിയിട്ട് പോയത്? എന്നെ കൂടി കൂട്ടാൻ പാടില്ലായിരുന്നു. ഞാനിനി ഇവിടെ എന്ത് ചെയ്യാനാ? വിഷ്ണുട്ടനില്ലാത്ത ഈ വീട്ടില് തനിച്ച് ആയുസ് നീട്ടിക്കിട്ടിയ ജന്മം പോലെ കരഞ്ഞു തീർക്കാൻ ഒരു പാഴ്വസ്തു. അതിനപ്പുറത്തേക്ക് ഞാനൊന്നുമല്ല. അച്ഛൻ, സത്യമ്മ, നമ്മുടെ മക്കള്, എല്ലാവരുടെയും സംശയങ്ങൾക്ക് മറുപടി കൊടുത്ത് ഞാൻ മടുത്തു. എല്ലാവർക്കും അറിയേണ്ടത് ഒരൊറ്റ കാര്യ, വിഷ്ണുട്ടൻ എപ്പോഴാ വരാന്ന്. ഒരിക്കലും വരാനാവാത്ത മറ്റൊരു ലോകത്തേക്ക് എല്ലാവരും വിട്ടുപിരിഞ്ഞ് വിഷ്ണുട്ടൻ പോയിന്ന് ഞാൻ എങ്ങനെയാ പറയാ? ഒന്നും വേണ്ട, സാറേ എന്താ സാറേ കാണിക്കുന്നേ? ചങ്ങ പൊട്ടി തകർന്ന അവസ്ഥയില് വിഷ്ണുട്ടനെ മാത്രം വിളിച്ചു നടക്കുന്ന അച്ഛനോട് ഒരിക്കലും ഇനി വിഷ്ണുട്ടൻ തിരിച്ചു വരില്ലെന്ന് പറയാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. കാരണം ചങ്ക് പൊട്ടി ആ മനുഷ്യൻ എന്റെ മുന്നിൽ മരിച്ചു വീഴുന്നതും ഞാൻ കാണേണ്ടി വരും. സത്യമ്മയുടെ ബലം വിഷ്ണുട്ടൻ തന്നെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് സത്യമ്മയുടെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട്. വിഷ്ണുട്ടന്റെ ചങ്കൂറ്റവും തന്റേടവും കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന സത്യമ്മയുടെ ബിസിനസ് ഒരൊറ്റ ദിവസം കൊണ്ട് നാഥനില്ല കളരിയായി മാറിയത്. എനിക്കിങ്ങനെ ഫോട്ടോയിൽ നോക്കി എന്തെങ്കിലും പറയാനെങ്കിലും പറ്റും. പക്ഷെ അവരെല്ലാം വിഷ്ണുട്ടന്റെ കാര്യത്തില് ഇരട്ടിത്തപ്പല്ലേ. സത്യങ്ങൾ അറിയിക്കാൻ എന്നെ കൊണ്ടാവതുമില്ല. കാരണം മറ്റൊന്നുമല്ല, ഇനിയൊരു ദുരന്തവും വേർപാടും ഒന്നും ഈ വീട് താങ്ങില്ല. പറ, ഞാൻ ഇനി ഇതൊക്കെ ഇവിടെ ഉള്ളവരെ അറിയിക്കാതെ പറയാതെ എങ്ങനെയാ വയ്ക്ക? എനിക്കറിയില്ല. അമ്മേ, 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 അമ്മേ. അമ്മയെ വിളിച്ചിട്ട് കാണുന്നില്ലല്ലോ സത്യ. വാ പപ്പി, നമുക്ക് പോയി നോക്കാം. അമ്മ കരയായിരുന്നെന്ന് തോന്നുന്നു സത്യ. ശരിയാ. ഞാൻ നിങ്ങളെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. വാ വാ പപ്പി. അമ്മ കരയുവാണോ? ഏയ്, കണ്ണിലെ എന്ത് പൊടി പോയതാ. കരഞ്ഞതുപോലെ നിങ്ങക്ക് തോന്നിയോ? ആ, തോന്നി. ശരി, പോട്ടെ. നിങ്ങളെ രണ്ടുപേരും കൂടി എന്തോ പറയാനാ വന്നേന്ന് മനസ്സിലായി. എന്താ പറയാനുള്ള? നമ്മളന്ന് പൂജയൊക്കെ ചെയ്തത് അച്ഛൻ വരാൻ വേണ്ടിട്ടല്ലേ? എനിക്ക് അച്ഛനെ കാണാൻ കൊതിയാവുന്നു അമ്മേ. വിഷ്ണു അച്ഛാന്ന് വിളിച്ചാണ് ശീലിച്ചെങ്കിലും എനിക്കൊന്ന് അച്ഛാന്ന് വിളിക്കണം. എന്റെ പൊന്നു
മക്കള്, ഞാൻ എന്താ നിങ്ങളോട് പറയാ? എന്ത് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക? ഒരാശ്വാസ വാക്ക് പോലും പറയാനാവുന്നില്ലല്ലോ. എപ്പോഴാ അമ്മ അച്ഛൻ വരിക? അച്ഛനിപ്പൊ നമ്മളെ കാണണമെന്നില്ലേ? ഉണ്ട് മോളെ, ഉണ്ട്. നിങ്ങളെ അച്ഛന്റെ ജീവനാ. നിങ്ങളുടെ കളിയും ചിരിയും ഒക്കെ അച്ഛൻ കാണുന്നുണ്ട്. എങ്ങനെ? അമ്മ ഞങ്ങളുടെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ടോ? എന്നിട്ടെന്താ ഞങ്ങളെ ഒന്ന് അച്ഛൻ വിളിക്കാത്തെ? ജോലി തിരക്ക്. ആ തിരക്ക് കഴിയുമ്പോ മക്കളെ അച്ഛൻ വിളിക്കും, അമ്മയും വിളിക്കും. അമ്മയെ വിളിച്ച ആ നിമിഷം അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോവും. പക്ഷെ നിങ്ങൾ വരണ്ട, നിങ്ങൾക്കിവിടെ പഠിക്കാനൊക്കെ ഉള്ളതല്ലേ. സത്യമ്മയുടെ ഒപ്പവും അച്ഛൻ്റെ ഒപ്പവും നിന്നാം. അച്ഛൻ്റെ ആഗ്രഹം പോലെ മക്കള് പഠിച്ച് ഒരാള് ഡോക്ടറും ഒരാൾ എഞ്ചിനീയറും ആവണം. നിങ്ങളുടെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. സാധിച്ചു കൊടുക്കൂ രണ്ടുപേരും. അച്ഛന്റെ ആഗ്രഹമല്ലേ, അത് നിങ്ങൾ മക്കളല്ലേ സാധിച്ചു കൊടുക്കേണ്ടേ? ഞാൻ ഡോക്ടർ ആവാം, പപ്പി എഞ്ചിനീയർ ആയിക്കോട്ടെ. ആ വിഷ്ണുവേട്ടന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒരുങ്ങും ഈ രണ്ട് മക്കളും. വിഷ്ണുവേട്ടന്റെ ലോകത്തിരുന്ന് വിഷ്ണുവേട്ടനത് കാണണം. എന്നിട്ട് ഇവരനുഗ്രഹിക്കണം. ഇവര് രണ്ടുപേരും അവരുടെ അച്ഛനെ തിരക്ക്. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ലോകത്താ മക്കളുടെ അച്ഛനെന്ന് ഞാൻ എങ്ങനെയാ വിഷ്ണുവേട്ട ഇവരോട് പറയാ? ഞാൻ എന്തുറപ്പാ ഇവർക്ക് കൊടുക്കേണ്ടത്? അമ്മ കരയില്ലേ അമ്മേ, അച്ഛൻ വരും. അതെ അമ്മേ, അച്ഛൻ വരാൻ വേണ്ടി നമുക്ക് കൃഷ്ണന്റെ മുൻപിൽ പ്രാർത്ഥിക്കാം. എല്ലാം നടത്തി തരുന്ന കൃഷ്ണൻ നമ്മുടെ ഈ ആഗ്രഹവും നടത്തി തരും. മക്കള്, നമുക്കിങ്ങനെ ഒരു ഗതി വന്നല്ലോ. ഈശ്വര, ഇതിന് മാത്രം എന്ത് തെറ്റാ ഭഗവാനെ ഞങ്ങൾ അമ്മയും മക്കളും ചെയ്തത്?